സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്നവരുടെ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിച്ചിരിക്കുകയാണ്. മസ്റ്ററിംഗ് തുടങ്ങിയിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ. മസ്റ്ററിംഗ് ഇനിയും ചെയ്യാനുള്ളവരെല്ലാം തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ അറിയിപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. സംസ്ഥാനത്ത് ബയോമെട്രിക് മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആരംഭിച്ചിരിക്കുകയാണ്. മുൻപ് L സീരീസിലുള്ള ഡിവൈസുകളിലായിരുന്നു മസ്റ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്നത്, അതായത് നമ്മൾ വിരൽ പതിപ്പിക്കുന്ന പ്രത്യേക മെഷീനുകൾ. എന്നാൽ ഇതെല്ലാം തന്നെ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശപ്രകാരം മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള L1 സീരീസിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രത്തിന് വലിയൊരു ബാധ്യതയായിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പല മേഖലയിലും പുതിയ ഡിവൈസിൽ മസ്റ്ററിംഗ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ മസ്റ്ററിംഗ് വൈകുന്നതായിട്ടുള്ള കുറച്ച് അറിയിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന, അതായത് മസ്റ്ററിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ദിവസം അതിനു മുൻപ് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിളിച്ച് ഒന്ന് അന്വേഷിക്കുക. നമ്മളുടെ സമീപമുള്ള ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്കിത് പൂർത്തിയാക്കാൻ സാധിക്കും. അതിനു മുൻപ് ആ അക്ഷയ കേന്ദ്രത്തിൽ വിളിച്ച് മസ്റ്ററിങ്ങിനുള്ള സംവിധാനം ഉണ്ടോ, അല്ലെങ്കിൽ അതായത് മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇന്ന് വന്നാൽ ഏത് സമയത്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഭിന്നശേഷിക്കാരായിട്ടുള്ളവർ, വിവിധ പരിമിതികൾ മൂലം ക്ലേശിക്കുന്ന വ്യക്തികളൊക്കെയാണ് ഈ മസ്റ്ററിംഗ് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരുന്നതും. അതുമാത്രമല്ല, ഇവരുടെ വണ്ടിക്കൂലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ദിവസം അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഇറങ്ങുന്നതും. എന്നിട്ടും നിരാശരായിട്ട് മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കേണ്ടതിന് കൃത്യമായിട്ട് അക്ഷയ സെൻറ്ററിലെല്ലാം വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അത് മാത്രമല്ല, മസ്റ്ററിംഗ് നടത്തപ്പെടുന്നത് അക്ഷയ കേന്ദ്രത്തിൽ മാത്രമാണ്. നമ്മളുടെ സമീപമുള്ള കോമൺ സർവീസ് സെൻ്ററുകളുണ്ട്, ജനസേവാ കേന്ദ്രങ്ങളുണ്ട്, മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളെല്ലാം ഉണ്ട്. പക്ഷേ അത്തരം സർവീസ് സെൻ്ററുകൾക്ക് ഈ മസ്റ്ററിംഗ് നടത്താനുള്ള അനുമതി സർക്കാർ ലഭ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമായിരിക്കും എന്നൊരു കാര്യം പ്രധാനമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഏത് പ്രദേശത്താണുള്ളത് അവിടെ ഒരു അക്ഷയ സെൻറ്റർ ഉണ്ടെങ്കിൽ ആ അക്ഷയ സെൻറ്ററിൽ എത്തിച്ചേർന്ന് നമുക്ക് ചെയ്യാം. നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് കീഴിൽ വരുന്ന അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. നമുക്ക് സംസ്ഥാനത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഇത് ചെയ്യാൻ സാധിക്കും. ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാൻ സാധിക്കും. ആധാർ കാർഡാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രേഖ. അതോടൊപ്പം തന്നെ പെൻഷനർ ID അറിയാമെങ്കിൽ ആ കാര്യം കൂടി ഒന്ന് എഴുതി വെച്ചേക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫോണിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും കൂടി ശ്രദ്ധിക്കുക. പക്ഷേ ഇതിനു വേണ്ടി ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ ആധാർ മാത്രമാണ്. ഇനി ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ പെൻഷനർ ID കൂടി ചോദിക്കുകയാണെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതിയാകും. ഇനി ആധാരമായിട്ട് കൃത്യമായിട്ട് നമ്മളുടെ ബയോമെട്രിക് സംവിധാനമാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. അപ്പോൾ ബയോമെട്രിക് വിജയകരമായി കഴിയുമ്പോൾ തന്നെ നമുക്ക് പെൻഷൻ വിജയിച്ചതിൻ്റെ കൃത്യമായിട്ടൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുകയും ചെയ്യും. ഈ പ്രിൻ്റ് ഔട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതിയാകും. ഇനി ബയോമെട്രിക് ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെടുകയാണെങ്കിലും നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നമുക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം. പെൻഷൻ തടസ്സപ്പെടുകയില്ല. ഇനി പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ മാസം 25-ാം തീയതി മസ്റ്ററിംഗ് ആരംഭിച്ചു. എന്നാൽ ഇത് 2 മാസത്തോളം നമുക്ക് ഇതിനു വേണ്ടി സാവകാശം അനുവദിച്ചിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് മാസം 24-ാം തീയതി വരെ. ഈ സമയത്തെല്ലാം സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ ഒരു തടസ്സവും കൂടാതെ നമുക്ക് ലഭ്യമാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ധൃതി വെച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മളുടെ സമയവും സാഹചര്യവും എല്ലാം നോക്കിയ ശേഷം മാത്രം പോയി ചെയ്താൽ മതിയാകും. അപ്പോൾ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാനുള്ളവരെല്ലാം ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതനുസരിച്ച് കൃത്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കെല്ലാം എത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.